Namaste, welcome back viewers, welcome back to WinTrader. Option successful ആയി എങ്ങനെ ട്രേഡ് എടുക്കാം ഇന്നത്തെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും പെർഫോമൻസിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു സോഫ്റ്റ്വെയർ തന്നിരുന്നത്. അതായത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് ബൈ ട്രെൻഡ് തന്നെയായിരുന്നു. അപ്പം രാവിലെ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഒരു റീ എൻട്രി ലെവൽ തന്നിരുന്നു. അപ്പോൾ ബൈ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ 17,300 കോർപ്ഷൻ ബെസ്റ്റ് ആയിരുന്നു. 180 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 247 വരെ മാർക്കറ്റ് ഹൈക്ക് കയറിയിരുന്നു. 1 മണിയാകുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ അപ്രോക്സിമേറ്റ് നമ്മുടെ മോർണിംഗ് പ്രോഫിറ്റിന് 3,100 റുപ്പീസിന് അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഏത് മാർക്കറ്റ് ആണെങ്കിലും സൈഡ് വേസ് ആണെങ്കിലും നിങ്ങൾക്ക് ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടൊരു പൊസിഷൻ എടുത്ത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് വളരെ പോസിബിൾ ആണ്. വൺ സൈഡ് മൊമെൻറ്റ് പോകുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. മാർക്കറ്റ് അതായത് മാർക്കറ്റ് ഏത് ട്രെൻഡി മാർക്കറ്റ് ആണോ സൈഡ് വേസ് ആണോ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കറക്റ്റായിട്ടത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും ഇൻഡെക്സിൻ്റെ ചാർട്ടും രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റിയുടെ നിങ്ങൾക്ക് ആക്ച്വലി ഫ്യൂച്ചറിൻ്റെ ആണെങ്കിലും ഇൻഡെക്സിൻ്റെ ആണെങ്കിലും രണ്ടും കാണാൻ ഒരുപോലെയാണ് ചാർട്ട്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റേറ്റിന് വ്യത്യാസമുണ്ട്. ഇതാണ് ഇൻഡെക്സിൻ്റെ ചാർട്ട്, ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് ഇന്നലെ തന്ന ബൈഡ് തന്നെ കണ്ടിന്യൂവേഷൻ ആണ് പോയിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂവേഷൻ മാർക്കറ്റിലും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ തന്നെ പോകുമോ നമുക്കറിയത്തില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഇവിടെ 2 ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്കിൽ സ്റ്റാർട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇന്ന് രാവിലെ ബൈസിക്കിൾ എഗെയിൻ തന്നിട്ടില്ല, അത് തന്നെ കണ്ടിന്യൂ ആയി പോവുകയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ റീ എൻട്രിയേ തരത്തുള്ളൂ, പുതിയൊരു എൻട്രി തരത്തില്ല, പിന്നെ റീ എൻട്രി. അപ്പോൾ കാരണം ബൈ കണ്ടിന്യൂ ചെയ്ത് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 191 പ്രോഫിറ്റ്സ് നമ്മൾ നേടിയിട്ടുണ്ട്. ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഇന്നലെ 12:10 തൊട്ട് നമ്മൾ സിഗ്നൽ എടുത്ത സിഗ്നൽ ഇപ്പോഴും കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂവേഷൻ ആണ് മാർക്കറ്റിൽ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷനിലൊക്കെ എപ്പോഴും നമ്മൾ ഇൻട്രാഡേ എടുത്ത് എക്സിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വിധം ഇത്രമാത്രം. ഒരു സിഗ്നൽ വരികയാണെങ്കിൽ അതായത് സോഫ്റ്റ്വെയർ ഒരു ബൈ ആണെങ്കിലും ഗ്രീൻ കളർ ബൈ ആണെങ്കിലും റെഡ് കളർ സെല്ലാണെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയർ തന്നു കഴിഞ്ഞാൽ അത് ഒരു അലേർട്ട്, ഇപ്പോൾ കുറച്ച് മുമ്പ് കേട്ട ബെൽ സൗണ്ടോടുകൂടി അലേർട്ട് മെസ്സേജ് തരും. അതോടൊപ്പം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുകളിലും താഴെയും കാണാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് 40.3 ടാർഗറ്റാണ്. അതേപോലെ ഓപ്ഷൻസിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ഇതേപോലെ എൻട്രി പോയിന്റും ടാർഗറ്റും കാണും. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആക്ച്വലി എൻട്രി എടുക്കുന്നതിന് ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ബൈ സോൺ, ഇത് മൂന്നും നോക്കിക്കഴിഞ്ഞാലും സൈഡ് വേസ് തന്നിട്ടുണ്ടെങ്കിൽ അതായത് കളർ ചേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും എൻട്രി എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈസിക്കിൾ തന്ന ശേഷം ഗ്രീൻ ആയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കളർ ചേഞ്ചോടുകൂടി മാർക്കറ്റിന് വോളിയം ഇല്ലാത്ത രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ ബ്രേക്കൗട്ട് പോയിരിക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. അവിടുന്ന് നേരെ മാർക്കറ്റ് ക്ലോസ് ആവുന്നൊരു ബൈ ആയിരുന്നു, അത് കഴിഞ്ഞ് ഇന്നും കണ്ടിന്യൂ ആയിപ്പോയി. അപ്പോൾ സെക്കൻഡ് റെസിസ്റ്റൻസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ബ്രേക്കൗട്ട് പോയിരിക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. ഈ ക്യാൻഡിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ 17,553 ആ ഒരു ലെവലിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക് പോയിരിക്കുന്നത്. അപ്പം ഇന്ത മണിയിലേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് 17,050 വെച്ചിട്ട് എടുക്കാം, 100 വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം 17,500 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് ദ മണി എടുക്കുവാണെങ്കിൽ 550 അല്ലെങ്കിൽ 450 അല്ലെങ്കിൽ നമുക്ക് 350 അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പം ഇന്ത മണിയിലേക്ക് എടുക്കുമ്പോൾ എപ്പോഴും 200 പോയിന്റ്സ് പിന്നിലേക്ക് എടുക്കണം. അപ്പം നമ്മൾ 17,300 ഞാനിവിടെ ഓപ്പൺ ചെയ്ത് 500 റൗണ്ട് ഫിഗർ 500 200 പോയിന്റ് പിന്നിലേക്ക് 300 എടുത്തു. അത് നിങ്ങൾക്ക് 350 വേണം, 350 എടുക്കാം, 550 450 ഏത് അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി എങ്ങനെ വേണേൽ എടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ 300 ഓപ്പൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈ തന്നെ കണ്ടിന്യൂ ആയി പോയത്. ഇപ്പോൾ ഇന്നലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 119 അവിടുന്ന് മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് 138 പോയിട്ട് ഇന്നിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന കുറച്ച് കയറിയിട്ടാണ്. അപ്രോക്സിമേറ്റ് 184 വരെ കയറി ഓപ്പൺ ആയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്ത് കിട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ബ്രേക്ക് ചെയ്ത് 180 ഈ ഒരു റേഞ്ചിൽ നിന്ന് പിന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് താഴോട്ട് പോയിട്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത ലെവൽ വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടം വരെ കയറിയ സമയത്ത് 218 കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് താഴെ ഇറങ്ങിയിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഈ ട്രെൻഡിലേയും തിരിഞ്ഞ് കയറുന്ന പോർഷനിൽ പിന്നെയും 199 എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെ 247 വരെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. മോർണിംഗിൽ തന്നെ ഒരു 3,100 റുപ്പീസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞു. 1 മണിക്ക് മുമ്പ് എക്സിറ്റ് ചെയ്യാനും പറ്റി, നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടി. അപ്പം മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് നേടുന്നവർക്ക് അപ്രോക്സിമേറ്റ് 1 മിനിറ്റ് ചാർട്ട് 1 മിനിറ്റിൻ്റെ ആ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. 1 മിനിറ്റിൽ ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ പ്രോഫിറ്റ് 1 മിനിറ്റ് ചാർട്ട് രാവിലെ തന്നെ പ്രോഫിറ്റിലേക്ക് എപ്പോഴും നമുക്ക് സ്കാൽപ്പിങ്ങിൽ നോക്കിയാൽ കാണാൻ പറ്റും. രാവിലെ തന്നെ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇപ്പം
ഇപ്പം ഇവിടുന്ന് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്നാണ് 162 ബ്രേക്ക് ചെയ്ത് നേരെ ഹൈക്കിലേക്ക് കയറി ഒരു മാർക്കറ്റ് 84 വരെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിഞ്ഞ് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഗെയിൻ ബ്രേക്ക് ഔട്ട്. അപ്പോൾ വൺ സൈഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. രണ്ടാമത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് 184 നിന്ന്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട് 219 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ചൊന്ന് ഇറങ്ങുന്നത് വരെ മാർക്കറ്റ് ബൈ ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് രാവിലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ് ആ ഒരു 220 ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ആ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. മോർണിംഗിൽ തന്നെ നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്തു. അപ്പം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിങ്ങിലാണ് 1 മിനിറ്റ്, ഇൻട്രാഡേയാണ് 5 മിനിറ്റ്, എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. ഒരു സിഗ്നൽ പുതിയ സിഗ്നൽ വരികയാണെങ്കിൽ ബൈ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസും സോഫ്റ്റ്വെയർ തന്നെത്താൻ ഡീറ്റെയിൽസ് മേളിൽ കൊടുക്കും, താഴെയും കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് താഴെയും മുകളിലുമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചാർട്ടും ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ 8.1 ആണ്. പക്ഷേ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഒരിക്കലും ഓപ്ഷന് സെപ്പറേറ്റ് ചാർട്ടുണ്ട് 8.1 ഓപ്ഷൻസ്. അത് കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 8.1 തന്നെയാണ് ഈ ചാർട്ട് തന്നെ. പക്ഷെ അവിടെ ടാർഗറ്റ് കുറച്ച് വ്യത്യാസമാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പോയിന്റ് ടാർഗറ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ ഒരിക്കലും അതെടുക്കരുത്. 8.1 ഓപ്ഷൻസിൻ്റെ ചാർട്ട് തന്നെ നമ്മൾ എടുക്കണം. 8.1 ഓപ്ഷൻസ് അതിനകത്താണ് സ്റ്റിപ്പുലേറ്റഡ് ടാർഗറ്റ്. അതിൽ മോർണിംഗിൽ രാവിലെ തന്നെ ഇത് കണ്ടോ, ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് 250, 263 ഇപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ രണ്ടും ഒരു പക്ഷേ ഓപ്ഷന് ചാർട്ടും സെപ്പറേറ്റ് ആവശ്യമേ ഇല്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെയും കൂടെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് അപ്പോൾ ഇന്ന് ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് രാവിലെ ഒരു അങ്ങനെ മൊമെൻറ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 12 o'clock കഴിഞ്ഞതിന് ശേഷം 12:15 കഴിഞ്ഞ ശേഷമാണ് നല്ല ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. ആ ഒരു ബ്രേക്കിന് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറണം. അത് കഴിഞ്ഞ് സെല്ല് വന്നു, പക്ഷേ കൺഫേംഡ് അല്ല. എന്നാലും ബൈ ട്രെൻഡ് ആയിരുന്നു. പ്രോപ്പർ ഒരു നല്ലൊരു ബ്രേക്കൗട്ട് എന്ന് പറയാനില്ല, പക്ഷേ എന്നാലും നല്ലൊരു ട്രെൻഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ അതുവരെ സൈഡ് വേസ് ആയിരുന്നു, നോക്കിയാൽ കാണാം. അപ്പം പ്രോപ്പർ ബ്രേക്കൗട്ട് പോയ പൊസിഷനിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് അപ്രോക്സിമേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 40,886 ആണ്. അപ്പം ഒരു 40,000 നമുക്ക് എടുക്കേണ്ടത് ഒരു 600 നമുക്ക് കോൾ എടുക്കാം. അപ്പം നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആഡ് ചെയ്ത് വെച്ചു, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോയിലേക്ക് പോവുക, 5 മിനിറ്റ് സെറ്റ് ചെയ്യുക, ടെംപ്ലേറ്റിൻ്റെ 8.1 ഓപ്ഷൻസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബൈ നേരത്തെ തന്നെ കണ്ടിന്യൂ ആയി പോയിരിക്കണം. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് ബൈ പോയിട്ടുണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ലെവൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് 357 എടുക്കാമായിരുന്നു. നേരെ ഹൈക്ക് 485 വരെ ഹൈക്ക് കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.